പരാതികളാണ് പറയാനുള്ളത്, ഒരുപാട് പരാതികളാണ്. അങ്ങനെ പരാതി പറയുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു മാറ്റത്തിന് നമ്മൾ വിധേയമാണ്. നമ്മളൊക്കെ നോക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞാലും ഞാനൊരു സൂത്രവാക്യം പറഞ്ഞാൽ ആ സൂത്രവാക്യം വെച്ച് നമ്മൾ പരിശോധിച്ച് നമ്മൾ എവിടെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. 5, 6, 8 മക്കൾ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഉപ്പമാരൊക്കെ. ആ കൂട്ടത്തിൽ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഉമ്മാക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയുന്ന മകൻ അല്ലെങ്കിൽ പറയുന്ന മകള്, അത് ചെയ്തു കൊടുക്കുന്ന മകനും മകളും നമ്മളാണോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ വിജയിച്ച്. അല്ല, ഇന്നോടല്ല പറയാം, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടാണ് ഇന്ന മകനാണ് ഇന്ന മകളാണ്, ഓളോടെ പറയുള്ളൂ. ഉമ്മാക്ക് ഓളോടെ ഇഷ്ടമാണ് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്തോ തകരാറുണ്ട് എന്നുള്ളത്. അല്ലാതെ ഉമ്മാൻ്റെ അടുത്തല്ല തകരാറ്. ഉമ്മാന്റെയും ഉപ്പാന്റെയും കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഹദീസ് സത്യത്തിൽ ദുർബലമാണ്. പക്ഷെ അത് അനുബന്ധമായ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടി കടന്നു വന്ന 2 സഹാബി യുവാക്കളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ ഇപ്പുണ്ട്, പ്രായാധിക്യത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ലേശം കൂടി കയറിയിരുന്ന കയറാൻ പറ്റും. എല്ലാവരും കൂടിയല്ലോ. ഞങ്ങൾ ക്ലാസ് തുടങ്ങി ഇങ്ങനെ മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ കേൾക്കാൻ പാടില്ലല്ലോ. കേൾക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാവില്ലല്ലോ. നിങ്ങൾ അവിടെ കിടക്കണം, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കേൾക്കുകയാണെങ്കിൽ അത് നടക്കില്ലല്ലോ. ചെവിയുടെ വെച്ചിട്ട് പോണായിരുന്നു അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ കൃത്യമായ ഒരു കാഴ്ചപ്പാട്. നിന്റെ ഉമ്മ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എന്ത് പ്രശ്നമെങ്കിലും എന്നോടാ പറയാ എന്ന് പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഒരു ഭാഗ്യവാന്മാരാണ്. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാളോ രണ്ടാളോ പ്രായമായിട്ട് എത്തിയിട്ട് ഇങ്ങനെടുത്തുണ്ടെങ്കിൽ ഓരോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ തർക്കിക്കാനും അവരെ പരമാവധി ഉപയോഗപ്പെടുത്താനും അവരോട് കയർത്ത് സംസാരിക്കാനും മാത്രമായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. വളരെ വേദനാജനകമാണ് നാട്ടിലെ അവസ്ഥ. പെരിയർ പാലിയേറ്റീവിന്റെ ഒക്കെ വളണ്ടിയർമാരായി പോകുന്ന ആളുകൾക്കറിയാം. ഹോം കെയർ ചെന്നിട്ട് നമ്മൾ രോഗികളുടെ കൂടെ ചെന്ന് സിസ്റ്ററെ കൂടെ ചെന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ വർത്താനം എന്ന് വെച്ചാൽ എത്ര മക്കളുണ്ട് എന്നൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് 4-5 മക്കളൊക്കെ ഉണ്ട്, എല്ലാവർക്കും പെരയൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ തന്നെ, എൻ്റെ ഈ പറമ്പിൽ തന്നെ 4-5 പേരുണ്ട്, ഓരൊക്കെ എപ്പോഴും ഇവിടെ വരലെന്ന് ചോദിച്ചാൽ ഓരൊക്കെ തിരക്കിലാണ്. സ്വന്തം പറമ്പിലുള്ള തറവാട്ട് വീട്ടിൽ കിടക്കുന്ന ഉപ്പനെയും ഉമ്മനെയും ഒന്ന് സന്ദർശിക്കാൻ പോലുള്ള സമയം കിട്ടാത്തവരായി നമ്മുടെ മക്കളും നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് സംഭവം. പരമാവധി പൈസ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഹോം നേഴ്സിനെ വെച്ചു കൊടുക്കും, അവന്റെ ബാധ്യത തീർന്നു എന്നുള്ളൊരു ചിന്തയിലാണ് അവനുള്ളത്. എന്താ, ഞാൻ അവന് ശമ്പളം കൊടുക്കുന്നുണ്ട് 15,000 റുപ്യ, ഉമ്മാനിപ്പാനി നോക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്തിന്റെ കുറവാ ഉമ്മാക്കുപ്പൊക്കെ ഇവിടെ ഉള്ളത്. സത്യത്തിൽ അവർക്കുള്ള കുറവെന്താ? അവർക്ക് രോഗമല്ല ഉള്ളത്, അവർക്ക് മാതാപിതാക്കൾക്ക് കിട്ടേണ്ട പരിചരണം, സ്നേഹം, അവരെ പരിഗണിക്കൽ, അത് ആരടുത്ത് നിന്ന് കിട്ടണം? ഹോം നേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. അവൾ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാ. ആ സ്ഥാനത്ത് രോഗിയായി കിടക്കുന്ന ഒരു ഉപ്പയുടെ ഉമ്മയുടെ അടുക്കല് 4-5 മക്കള് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും കയറി ചെന്നിട്ട് നെറ്റിയിൽ കൈ വെച്ചിട്ട് മരുന്ന് കുടിച്ചോന്ന് ചോദിച്ചാൽ മതി. മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് രാവിലെ വരുന്ന ഒരു മോനെ ഉമ്മ കാണില്ല. ഒരു ദിവസം എന്തെങ്കിലും തിരക്ക് പ്രകാരം മോനെ കാണാതെങ്കിൽ പിറ്റേന്ന് ചെല്ലുമ്പോൾ എത്ര ദിവസമായി വന്നിട്ട് ചോദിക്കും, എത്ര ദിവസമായി വന്നു. കാരണം ഒറ്റ ദിവസം ചെല്ലാത്തുണ്ടാവുള്ളൂ. പക്ഷെ അവര് അത് ആ സമയം ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞാപ്പ് വരും, ആ കുഞ്ഞാപ്പ് ചെന്നിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് അസുഖം കൂടി വരും, പിന്നെ മരുന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇതാണ് അള്ള പറഞ്ഞത്. ഇങ്ങനടുത്ത് രോഗികളായിട്ട് അവരുണ്ടെങ്കിൽ അവരോട് പെരുമാറേണ്ട രീതി ഇങ്ങനെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അയാളോട് കയറി സംസാരിക്കാൻ പാടില്ല. നമ്മളെ സഹോദരിമാര് ഉമ്മമാരെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ആൾക്കാരായിരുന്നു ബഹുമാനപ്പെട്ട സഹോദരിമാരാണ്. എന്നോട് വേദന ഉണ്ടാക്കരുത്, സത്യം കുറച്ചിലെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ചെറുപ്പം മുതൽ ഉപയോഗപ്പെടുത്തിയിട്ട് വീട് വെച്ച് ഉമ്മാക്ക് നടക്കാൻ പറ്റുന്ന, ഉമ്മാക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഉമ്മാനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വീട് വെച്ചപ്പോൾ അന്ന് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി. റമദാൻ ആടേന്റെ മുമ്പ് ഉമ്മാനെ വിളിക്കലുണ്ട്, ഉമ്മേ എന്നോട് കയ്യിലോട്ടോ, വലിയൊരു വീടാണ്, ഇതൊന്ന് അടിച്ചേരി തുറക്കാൻ ഒന്ന് വരണട്ടോ. ഉമ്മാനെ വിളിച്ചു വരുത്തു. നമ്മുടെ അയൽപ്പക്കത്ത് നമ്മൾ കാണുന്നതാണ്, നിങ്ങൾ ചെയ്യരുത് എന്നല്ല പറയുന്നത്.
അയൽപ്പക്കത്തൊക്കെ നമുക്ക് കാണാം. ഉമ്മാനെ വിളിച്ചെടുത്തിട്ട് ഉമ്മ അതൊക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കി പോകും. എന്നിട്ട് ഈ റമദാൻ 10 കഴിഞ്ഞിട്ട് അവസാനത്തെ 10 ടെക്സ്റ്റൈൽസിക്ക് പോകുമ്പോൾ ഉമ്മാനെ വിളിക്കുവോ? അപ്പം ഉമ്മാനെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ തന്നെ പോയി കണ്ട് ഒക്കെ സെറ്റാക്കി വിടും. കിടപ്പിലായ രോഗിന്റെ അടുത്ത് നിന്ന് ഒരു മോള് ഓടി വന്നിട്ട് വിളിച്ച് പറയാം, ജ്യേഷ്ഠത്തിനോട് ഇജ്ജ് വന്നിട്ട് വേണം എനിക്ക് പോകാനില്ല, ഒരാൾ നിൽക്കാനില്ല, എന്താ അവിടെ ഉത്തരവാദിത്തമില്ല എന്ന് ചോദിച്ചിട്ട് വന്ന ആളുകൾ വേണ്ട പരിചരണങ്ങളൊന്നും കൊടുക്കാതെ അവരെന്ത് ചെയ്യാണ്, മറ്റൊരുത്തരെ വിളിച്ച് ആ ഉമ്മാന്റെ മുന്നിൽ തന്നെ വിളിച്ച് വേദനിപ്പിക്കുന്ന വർത്താനം പറയുമ്പോൾ അമ്മാന്റെ മനസ്സിലെന്താറും ഇന്നെക്കൊണ്ട് സത്യത്തിൽ വരും കുഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും ഇവരുടെ ഇന്ന് മരിച്ചു പോയാൽ മതി. ഞാൻ പറയുന്നുണ്ടാവും, ഈ കുട്ടികൾ വരലുണ്ട് കിടപ്പിലായോ രോഗിയായ ഉമ്മാനെ